എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഓരോ പാഠഭാഗത്തു നിന്നും എഴുതാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉത്തരത്തിൽ ഈ പോയിന്റുകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളെ നല്ലൊരു മാർക്കിലേക്ക് തന്നെ നയിക്കുന്നതായിരിക്കും. എല്ലാ പാഠഭാഗങ്ങളുടെയും ഒരു റിവിഷനായിട്ട് കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പാഠം പ്ലാവിലക്കഞ്ഞിയാണ്. തകഴി ശിവശങ്കരപിള്ളയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിലെ പ്രധാന പോയിന്റുകൾ നോക്കാം. രണ്ടിടങ്ങഴി എന്ന നോവലിലെ 17ാം അധ്യായമാണ് ഇത്. ജന്മിത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ അനുഭവിച്ചിരുന്ന ദാരിദ്ര്യവും ചൂഷണവും ചിത്രീകരിക്കുന്ന ഒരു പാഠഭാഗമാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ കോരനും ചിരുതയുടെയും ദാരിദ്ര്യപൂർണമായ ജീവിതമാണ് ഇവിടെ കാണിക്കുന്നത്. ജീവിതത്തിലെ ഇല്ലായ്മകളെ പരസ്പര സ്നേഹവും കരുതലും കൊണ്ട് അതിജീവിക്കുന്നവരാണ് അവർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങളുടെ ഉത്തരത്തിൽ ഇത് എഴുതാവുന്നതാണ്. അടുത്തത്, ജന്മിത്ത വ്യവസ്ഥയ്ക്കെതിരെ തൊഴിലാളി വർഗം നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ആദ്യ സ്വരം കോരൻ്റെ വാക്കുകളിൽ കേൾക്കാം. വിവാഹശേഷം അച്ഛനെ തനിച്ചാക്കി അന്യനാട്ടിലേക്ക് പോകുന്ന കോരനെ തിരക്കി അച്ഛൻ എത്തുന്നു. ജീവിതകാലം മുഴുവൻ ജന്മിക്കു വേണ്ടി അധ്വാനിച്ച് ആയിരക്കണക്കിന് പറ നെല്ല് ഉൽപ്പാദിപ്പിച്ച കോരൻ്റെ അച്ഛൻ ജീവിതാവസാനം കഞ്ഞി കുടിക്കുക എന്ന ആഗ്രഹത്തോടെയാണ് മകനെ തേടുന്നത്. അതായത് എല്ലാവർക്കും നെല്ല് ഉൽപ്പാദിപ്പിച്ച് നൽകിയ ശേഷം അദ്ദേഹത്തിന് അവസാന നാളുകളിൽ കഴിക്കാനായി ഒരു അരി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ദയനീയ അവസ്ഥയാണ് ഈ പാഠഭാഗത്തിലൂടെ വിശദമാക്കുന്നത്. അച്ഛനോട് താൻ പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്തതെന്ന് കോരൻ തിരിച്ചറിയുകയും അച്ഛൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് നമുക്ക് പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാം. ഈ പോയിന്റുകൾ എഴുതിയാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ ഈ പാഠഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത പാഠം ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗമാണ്. UK കുമാരനാണ് ഇത് എഴുതിയിട്ടുള്ളത്. പ്രസിദ്ധ കഥാകാരൻ UK കുമാരൻ ഒരു നാട്ടിൻപുറത്തെ പശ്ചാത്തലത്തിൽ രചിച്ച ശ്രദ്ധേയമായ കഥയാണ് ഓരോ വിളിയും കാത്ത്. കുടുംബത്തിൻ്റെ നട്ടലായിരുന്ന അച്ഛൻ്റെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മയുടെ വേദനയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. ദാമ്പത്യ ബന്ധത്തിൻ്റെ വ്യത്യസ്തമായ ഒരു മുഖം ഇവിടെ കാണാം. ഇതായിരിക്കണം ഈ പാഠഭാഗത്തുനിന്നുള്ള ഏത് ചോദ്യത്തിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷനായി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത്. അടുത്തത് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. അച്ഛൻ്റെ ഓരോ വിളിക്ക് പിന്നാലെയും ഓടുകയായിരുന്നു അമ്മ. അച്ഛൻ്റെ മരണശേഷം അമ്മയെ തറവാട്ടിൽ തനിച്ചാക്കി പോവാൻ തയ്യാറാകാത്ത മകൻ, മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നഗരത്തിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്ന അമ്മ, കൂടാതെ കിടപ്പിലായിരുന്നപ്പോൾ പോലും പാടത്തും പറമ്പിലുമുള്ള വിശേഷങ്ങൾ ഉൾക്കണ്ണുകൊണ്ട് മനസ്സിലാക്കിയിരുന്ന അച്ഛൻ കിടപ്പിലായതോടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന അമ്മ, തൻ്റെ അവശതകൾ മറന്ന് അഹോരാത്രം കഷ്ടപ്പെടുന്നതിനിടയിലും അച്ഛൻ്റെ പരിഭവം കേൾക്കേണ്ടി വരുന്ന അമ്മ, കൂടാതെ അപൂർവ സന്ദർഭങ്ങളിൽ അറിയാതെ അച്ഛനോട് പൊട്ടിത്തെറിച്ചു പോകുന്ന അമ്മ. ഇത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ വരാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റായി നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. അടുത്തത്, മകനോടൊപ്പം നഗരത്തിലേക്ക് പോകേണ്ട ദിവസം. അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഞാൻ എങ്ങനെ വരിക? അമ്മയുടെ ഈ ചോദ്യം മകനിലുണ്ടാക്കുന്ന ആ ഒരു മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. മരണശേഷവും അച്ഛൻ തന്നോടൊപ്പം ഉണ്ടെന്ന അമ്മയുടെ വിശ്വാസം അച്ഛനോടുണ്ടായിരുന്ന ആത്മബന്ധത്തെ വെളിവാക്കുന്നു. അടുത്ത പാഠം അമ്മത്തൊട്ടിൽ എന്ന പാഠഭാഗമാണ്. റഫീഖ് അഹമ്മദാണ് ഇത് രചിച്ചിരിക്കുന്നത്. വർത്തമാനകാല സമൂഹത്തിൽ നഷ്ടപ്പെടുന്ന മാനുഷിക ബന്ധങ്ങളുടെ പ്രാധാന്യവും വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ ചിലരുടെ മനോഭാവവും അനാവരണം ചെയ്യുന്ന കവിതയാണിത്. ആധുനിക കാലഘട്ടം സമ്മാനിച്ച മനുഷ്യത്വമില്ലായ്മ, സാംസ്കാരിക ച്യുതി, സ്വാർത്ഥത എന്നിവയെല്ലാം നമുക്ക് ഈ കവിതയിൽ കാണാവുന്നതാണ്. പ്രധാന പോയിന്റുകൾ നോക്കാം. വൃദ്ധയും അവശയുമായ അമ്മയെ ഉപേക്ഷിക്കാൻ ഇടം തേടുന്ന മകൻ, കാറിൻ്റെ പിൻസീറ്റിൽ വന്നിരിക്കാൻ പോലും ശേഷിയില്ലാത്ത അമ്മ, മാളിന് സമീപം ഉപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പെറ്റുകിടക്കുന്ന തെരുവ് പട്ടി കുരച്ചു ചാടുന്നു. അതിൻ്റെ മക്കളെ സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് ഇവിടെ കാണുന്നത്. ആശുപത്രിയുടെ മുന്നിൽ ഉപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കൽ
പനി പിടിച്ച് തന്നെയും കൊണ്ട് അമ്മ ആശുപത്രിയിൽ ഓടിയെത്തുകയും കുത്തിവെച്ചതും ഓർമ്മിക്കുമ്പോൾ അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. വിദ്യാലയമുറ്റത്തെത്തുമ്പോൾ വിദ്യാലയത്തിലെ ആദ്യ ദിനത്തിൽ അമ്മ നൽകിയ ആശ്വാസം ഓർമ്മയിൽ വരുന്നു. ക്ഷേത്രമുറ്റത്ത് അമ്മയെ ഉപേക്ഷിക്കാനെത്തുമ്പോൾ ശ്രീകോവിലിൽ നിന്ന് ഈശ്വരൻ പുറത്തിറങ്ങിയതായി തോന്നുന്നു. ഒടുവിൽ അമ്മയുമായി ബന്ധപ്പെട്ട നിരവധി ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തനിക്ക് അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഈ സന്ദർഭങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അത് നിങ്ങളുടെ ഉത്തരത്തിൽ ഉറപ്പായും ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു പക്ഷേ അപ്പോഴേക്കും അമ്മ കാറിൻ്റെ പിൻസീറ്റിൽ തുറന്ന കണ്ണുമായി നിവർന്നു കിടക്കുന്നതാണ് മകൻ കാണുന്നത്. അതായത് അമ്മ മരിച്ചിരിക്കുന്നു. മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ, ഏറെ പണിപ്പെട്ടു തടച്ചു തുറന്നവർ. പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൊരു കുറ്റം കുരച്ചതു ചാടിക്കുതിക്കുന്നു. അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലന്നു മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. കട്ടിയേകാന്തത കണ്ണ് പൊത്തിക്കളിക്കുന്നൊരു വിദ്യാലയമുറ്റമുണ്ടന്നിനി. എങ്ങിനി കൊണ്ടിരക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിളിയാറും വരെയവർ. ഈ വരികളിലാണ് ഇത്രയും പോയിന്റുകൾ ഇതിൽ പറയുന്നത്. അതും വളരെ പ്രധാനപ്പെട്ടതായി നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകളാണ്. അടുത്തത് AP ഉദയഭാനുവിൻ്റെ കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗമാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങളോടൊപ്പം മനുഷ്യർ സഹജമായ സൗഹാർദ്ദത്തോടെ പുലർത്തിയിരുന്ന ഗ്രാമീണ ജീവിതത്തിൻ്റെ സുന്ദരമായ ദൃശ്യാനുഭവമാണ് കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗത്ത്. മനുഷ്യരും മരങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഇതിലെ പ്രമേയം. പ്രധാന പോയിന്റുകൾ നോക്കാം. AP ഉദയഭാനുവിൻ്റെ തറവാട് വീടായ മുല്ലശ്ശേരിയിൽ പറമ്പിലുണ്ടായിരുന്ന മാവാണ് കൊച്ചു ചക്കരച്ചി. എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ രസകരമായ ഓർമ്മകളെ അനുഭവങ്ങളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചിരിക്കുന്നു. ബാല്യകാലത്തെ മാഞ്ചുവട്ടിലെ ഒത്തുചേരൽ, മാമ്പഴത്തിൻ്റെ വ്യത്യസ്ത രുചികൾ, മാവിൻ്റെ സവിശേഷതകൾ, നാട്ടറിവുകൾ തുടങ്ങിയവയെല്ലാം സൗന്ദര്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നു. വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് എന്ന കാര്യം, കൂടാതെ കവികൾക്ക് പ്രിയപ്പെട്ട വൃക്ഷമാണ് മാവ്. അണ്ണാൻ പിറന്നാൾ ആഘോഷിക്കൽ, ഉണ്ണിയിടൽ തുടങ്ങിയ കളികൾ. കുലശ്രേഷ്ഠകൾ എന്നാണ് ലേഖകൻ മാവുകളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ ആ വൃക്ഷം മുത്തശ്ശി പറയുമായിരുന്നു എന്ന പോയിന്റ്. കൂടാതെ നിബിഡവും ശ്യാമളവുമായ തലമുടിയുള്ളവൾ, നേരുള്ളവൾ, ചതിയില്ലാത്തവൾ, കുട്ടികളെ പോലെ അരുമത്തം നേടിയവൾ എന്നിങ്ങനെ വ്യത്യസ്തമായ മാനസിക ഭാവങ്ങളാണ് ഈ മാവിനുള്ളത്. ഈ പോയിന്റുകൾ നിങ്ങളുടെ ഉത്തരത്തിൽ ഉൾപ്പെടുത്തേണ്ടവയാണ്. അടുത്തതായി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. മലയാളദേശം ഓണത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് കവി അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. തുമ്പകൾ, മുക്കുറ്റികൾ, നെയ്യാലമ്പുകൾ, രാത്രി, ചെറുകന്യകകൾ, ഉഷസ് എന്നിവയാണ് ഓണത്തപ്പനെ സ്വീകരിക്കാനായി ഒരുങ്ങുന്നത്. മഴയെപ്പോലും വകവയ്ക്കാതെ തുമ്പകൾ മലരിൻ കൂട നിറച്ചു വരിക്കുന്നു. തിരികൾ തെറുത്ത് കൊളുത്താനുള്ള മുഹൂർത്തവും കാത്ത് ദീപക്കുറ്റികളുമായി നറുമുക്കുറ്റിയും വെള്ളത്താലത്തിൽ സ്വർണ്ണക്കിഴിയും കത്തിച്ചു വെച്ചുകൊണ്ട് നെയ്യാലമ്പുകളും നിരന്നു നിൽക്കുന്നു. നിലാവു നിറഞ്ഞ രാവിൽ കമുക് പൂവരി തൂകി നിൽക്കുന്നു. ഉദയസൂര്യനാകുന്ന വിളക്കിൻ്റെ നാളം അല്പമൊന്നുയർത്തി നാണത്താൽ തൊടുത്ത് കവിളുകളോടെ ഉഷസ് ഒരുങ്ങിയെത്തുന്നു. ഓണത്തപ്പനെക്കുറിച്ചുള്ള ചിന്തകൾ കവിയെ പുള്ളുവനാക്കുന്നു. നാഗരിക സംസ്കാരത്തിൻ്റെ അധിനിവേശത്താൽ നാടുകടത്തപ്പെടുന്ന നാട്ടുനന്മകളെ വിളിച്ചുണർത്തുന്ന ദൗത്യമാണ് ഈ കവിതയ്ക്കുള്ളത്. അടുത്തതായി കോഴിയും കിഴവിയും എന്ന പാഠഭാഗമാണ്. രണ്ട് ഗ്രാമീണ കുടുംബങ്ങൾ സ്നേഹിച്ചും കലഹിച്ചും ജീവിച്ചു പോരുന്ന ഒരു നാട്ടിൻപുറം ഈ കഥയിലുണ്ട്. തലമുറകളായി കഴിഞ്ഞുവരുന്ന മത്തായിയുടെയും മർക്കോസിൻ്റെയും കുടുംബങ്ങൾ പരസ്പരാശ്രയത്തിൻ്റെ നന്മ പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ അമ്മച്ചിയുടെ പ്രകാശം നിറഞ്ഞ വാക്കുകൾ വഴിവിളക്കായി മാറുന്നവയാണ്. തലമുറകൾക്ക് മുൻപ് തുടങ്ങിവെച്ച സ്നേഹോഷ്മളമായ ബന്ധങ്ങളെ പണത്തിൻ്റെ കണക്കിൽ വിലയിട്ട
ലോപാന്തതയെ ഈ കഥ തുറന്നു കാട്ടുന്നു. നേർത്ത നർമ്മത്തിൻ്റെ മേമ്പൊടി വിതറി കഥാപാത്രങ്ങളുടെ ജീവിതഭാവങ്ങൾ സൂക്ഷ്മതയോടെ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അടുത്ത പാഠം ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള രചിച്ച ലേഖനമാണ് ശ്രീനാരായണ ഗുരു. മതങ്ങൾക്ക് അതീതമായി ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മനുഷ്യൻ്റെ സമഗ്രമായ വികാസം, വ്യക്തിത്വത്തിൻ്റെ പരിപൂർണമായ സാക്ഷാത്കാരം എന്നിവയായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. മലയാളത്തിൻ്റെ മണ്ണിലും മനസ്സിലും രൂപപ്പെട്ടു വന്ന മഹത്തായ മാനവദർശനം എന്ന നിലയിൽ ഗുരുദേവൻ്റെ ജീവിതവും സന്ദേശവും പരിചയപ്പെടുത്തുകയാണ് ഈ പാഠഭാഗത്ത്. പ്രധാന പോയിന്റുകൾ നോക്കാം. മലയാള ദേശത്തെ ജാതിക്കോമരങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഗുരുവിൻ്റെ ചിന്തകൾ ഇവിടെ സൂചിപ്പിക്കുന്നു. ഗുരുദേവൻ്റെ സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. തപസ്സുകൊണ്ട് നേടിയെടുത്ത വ്യക്തിമഹത്വത്തെ സമൂഹ നന്മയ്ക്കായി വിനിയോഗിച്ചു. മനുഷ്യജാതി എന്ന വിശാലമായ ആശയം അവതരിപ്പിച്ചു. അന്ധവിശ്വാസങ്ങളെയും മൂഢാചാരങ്ങളെയും എതിർത്ത് വിപ്ലവം സൃഷ്ടിച്ച ഉൽപ്പത്തി കൃഷ്ണനാണ് ഗുരുദേവൻ. എല്ലാ നദികളും ചെന്നുചേരുന്ന മഹാസമുദ്രത്തെ പറ്റി അദ്ദേഹം അവബോധം പകർന്നു. കേരളത്തെ ജാതി പാതാളത്തിൽ നിന്നുയർത്തി ഭ്രാന്തഭാവം ഇല്ലാതാക്കി. അറിവിൻ്റെ വെളിച്ചം കൊണ്ട് വഴിനയിച്ചവനാണ് ജ്ഞാനസിദ്ധൻ. സമൂഹ സമത്വത്തിനു വേണ്ടി സംഘടന രൂപീകരിച്ചു. ധൂർത്തിനെതിരെ ലാളിത്യത്തിൻ്റെ സന്ദേശം നൽകി. അടുത്തതായി ഇ സന്തോഷ് കുമാർ രചിച്ച പണയം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാന പോയിന്റുകൾ നോക്കാം. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ദരിദ്രനായ തയ്യൽക്കാരനാണ് ചാക്കുണ്ണി. കലാഹൃദയമുള്ള ചാക്കുണ്ണി ഏറെ പ്രയാസപ്പെട്ടാണ് ഒരു റേഡിയോ സ്വന്തമാക്കിയത്. ആറാട്ടുകടന്ന് എന്ന നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യ സംഭവമായിരുന്നു ചാക്കുണ്ണിയുടെ റേഡിയോ. റേഡിയോയിലെ പരിപാടികൾ ചാക്കുണ്ണിയുടെ തൊഴിലിൻ്റെയും ജീവിതത്തെയും താളമായി മാറുന്നു. മകൻ്റെ ചികിത്സയ്ക്കായി ചാക്കുണ്ണിക്ക് റേഡിയോ പണയം വയ്ക്കേണ്ടി വരുന്നു. മാനുഷിക മൂല്യങ്ങൾക്കും കലയ്ക്കും ജീവിതത്തിൽ ഒരു സ്ഥാനവും നൽകാത്തയാളാണ് ചെമ്പുമത്തായി. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ചാക്കുണ്ണി പണയം വയ്ക്കാൻ പോകുന്നത്. റേഡിയോ നഷ്ടപ്പെടുമ്പോൾ ചാക്കുണ്ണിയുടെ തൊഴിലിൻ്റെയും ജീവിതത്തിൻ്റെയും താളം തെറ്റുന്നു. മകൻ്റെ വേർപാട് അയാളെ തളർത്തുന്നു. അടുത്തതായി സുകുമാർ അഴീക്കോട് രചിച്ച പത്രനീതി എന്ന പാഠഭാഗമാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ആകർഷിച്ചു പോരുന്ന മാധ്യമം ആണ് ദിനപത്രങ്ങൾ. ജനങ്ങളുടെ നാവായി പ്രവർത്തിക്കേണ്ടവയാണ് ദിനപത്രങ്ങൾ. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിലും അവയ്ക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ പത്രങ്ങൾ ഉണ്ടായ കാലം മുതൽ പ്രശംസിക്കപ്പെടുന്നത് പോലെ തന്നെ വിമർശിക്കപ്പെടുകയും ചെയ്തു പോന്നിട്ടുണ്ട്. പത്രങ്ങളുടെ ആധുനിക പ്രവണതകൾ വിമർശന വിധേയമാകുകയാണ് ലേഖകൻ ചെയ്യുന്നത്. ഒപ്പം നവമാധ്യമങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് വിമർശനാബുദ്ധ്യ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നു. പ്രധാന പോയിന്റുകൾ നോക്കാം. ലോകത്തെ ഏത് കോണിലുമുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലെത്തിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള വാർത്തകളെ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിനും പത്രങ്ങൾ സഹായിക്കുന്നു. പത്രത്തെ എതിർത്തുകൊണ്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കണം എങ്കിലും പത്രത്തെ ആശ്രയിക്കേണ്ടി എന്നത് വിരോധാഭാസമാണ്. സ്വേച്ഛാധിപതികൾ പോലും തങ്ങളെ പത്രങ്ങൾ ബഹുമാനിച്ചിരുന്നു. കാരണം അവർ പത്രങ്ങളെ ഭയന്നിരുന്നു. ബയനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണ് ആണ്. ബയനറ്റിൻ്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന് എന്ന നെപ്പോളിയൻ്റെ വാക്കുകളും ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. രാഷ്ട്രീയത്തിലെ നാലാമത്തെ ശക്തിയാണ് പത്രം. പത്രം ഇല്ലാതെയുള്ള ഭരണത്തേക്കാൾ താൻ അഭിലഷിക്കുക ഭരണം ഇല്ലാതെ പത്രമുള്ള അവസ്ഥയാണ് എന്ന് ജെഫേഴ്സൻ്റെ അഭിപ്രായം. കൂടാതെ ഒരു രാഷ്ട്രത്തിൽ പത്രത്തിനുള്ള സ്ഥാനം എന്താണെന്ന് ഇത് വ്യക്തമാക്കുന്നു. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നത് സാമുവൽ ബട്ട്ലർ ആണ് പറഞ്ഞത്. ഇത് പത്രങ്ങൾക്ക് നേരെയുള്ള ഒരു രൂക്ഷ വിമർശനമാണ്. പത്രങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് വിശ്വസിക്കുന്നത് എങ്കിലും ശീലം കൊണ്ട് ലേഖകൻ ഇപ്പോഴും പത്രങ്ങൾ വായിക്കുന്നു. സത്യം കണ്ടെത്താൻ പല പത്രങ്ങൾ വായിച്ചു അവയിലെ കള്ളങ്ങളെ ഇല്ലായ്മ ചെയ്ത് പരിഹരിച്ച് അരിച്ച് ഗണിച്ച് കൂട്ടിക്കഴിച്ച് ഭാവന ചെയ്ത് ഒടുവിൽ സത്യത്തിൽ എത്തിച്ചേരുന്നു.
വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.